എന്തായാലും ഏതാണ്ട് ഒന്ന് തുടരൂ അർജുൻ, ഒന്ന് തുടരൂ. നമ്മുടെ അഷ്കർ അലി എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അത് അഷ്കർ നിൽക്കുന്നത് വെണ്ണക്കര ഹൈസ്കൂളിലാണ്. ബൂത്ത് 41 മുതൽ 43 വരെയുള്ള വെണ്ണക്കര ഹൈസ്കൂളിൽ സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷം നമ്മുടെ വോട്ടാ. അത് അലമ്പുണ്ടാക്കാൻ നോക്കല്ലേ? അധികാരമുണ്ട്. എന്നെ പുറത്താക്കാൻ പറ്റുമോ? നിർത്തി വെക്കാൻ നിൽക്കല്ലേ? നിങ്ങളുടെ അവകാശത്തിലാണ് നിൽക്കുന്നത്. മാറ്റാൻ പറ്റത്തില്ല. ആ വർത്തമാനം വേണ്ട. എന്നെ മാറ്റാൻ പറ്റില്ല. കാൻഡിഡേറ്റ് വെണ്ണക്കരയിലെ ബൂത്തിലാണ് തർക്കം. എന്താണ് തർക്കം? അവിടെ സ്ഥാനാർത്ഥി വന്ന് അവിടെ ഇപ്പോൾ രണ്ട് സംഘമായി നിന്നാണ് തർക്കിക്കുന്നത്. സ്ഥാനാർത്ഥി അവിടെ വന്ന് സംസാരിക്കുന്നതിനിടയിലാണ് തർക്കം ഉണ്ടായിരിക്കുന്നത്. തർക്കം എന്തായാലും തീർന്നു. അഷ്കർ, എന്താണ് സംഭവിച്ചത്? ബൂത്ത് 48 വെണ്ണക്കര ഹൈസ്കൂൾ. ഏത് ബൂത്തിലാണ് രാഹുൽ എത്തിയത്? എന്തായിരുന്നു തർക്കം? സുജ, ബൂത്ത് 48 വെണ്ണക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്താണ്. ഈ 40 ഓരോ ബൂത്തിലും സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തിയത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തി ബൂത്തിനകത്ത് അവിടെ വലിയ ക്യൂ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ബൂത്ത് തന്നെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്ത് കയറി ബൂത്തിനകത്തേക്ക് കയറി ഇതിനെതിരെ BJPയുടെ ചില പ്രവർത്തകർ പ്രതിഷേധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പേരിലാണ് അവർ വാക്കുതർക്കമുണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തനിക്ക് അകത്ത് കയറാൻ അധികാരമുണ്ട്. അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്ക് കാർഡും പെർമിഷൻ തന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പറയുന്നത്. അതിന് പേരിൽ ഇപ്പോൾ പോലീസ് ഈ BJP പ്രവർത്തകരോട് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്, പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിയെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഇപ്പോഴും ഇവിടെ സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്. ഒരു ഭാഗത്ത് BJP പ്രവർത്തകരും സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ രാഹുലിനെയും ഒപ്പം പോലീസിനെയും ഒക്കെ കാണുന്നത് ബൂത്തിന് പുറത്താണ്. മറുഭാഗത്തല്ലേ ബൂത്ത്? ബൂത്ത് എവിടെയാണ്? വോട്ടർമാർ ക്യൂ നിൽക്കുന്നത് എവിടെയാണ്? അതുകൂടി കാണിക്കും. ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ബൂത്ത്. ഈ വോട്ടർമാർ ക്യൂ നിൽക്കുന്നത് ഇവിടെയാണ്. വോട്ടർമാർ ക്യൂ നിൽക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ നേരെ പുറത്താണ് ഇപ്പോൾ ഈ ബഹളം ഉണ്ടാകുന്നത്. അത് ബൂത്തിനകത്ത് വെച്ച് തന്നെ പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയും ഈ BJPയുടെ പ്രവർത്തകരും പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ രണ്ട് ഭാഗമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ത് പറ്റി? സ്ഥാനാർത്ഥി ക്യാമ്പയിൻ ചെയ്യാനോ മറ്റോ ശ്രമിച്ചോ? ഒന്നുമില്ല. തോൽക്കാൻ പോകുന്നതിന്റെ പേടി. അതായത് നമുക്ക് കാൻഡിഡേറ്റ് പാസ് തരുന്നത്, കാൻഡിഡേറ്റിന് പാസ് ഉണ്ട്. കാൻഡിഡേറ്റിൻ്റെ പാസ് തരുന്നത് പോളിംഗ് സ്റ്റേഷനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത്. അപ്പോൾ ഇവിടെ ലോങ് ക്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ വലിയ തോതിൽ UDFന് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ നമ്മുടെ വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അപ്പോൾ അവർ പരാതി പറഞ്ഞു. അപ്പോൾ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ തൊട്ടു മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നു. അന്നേരം BJPക്കാർക്ക് പ്രശ്നമില്ല. BJPയുടെ സ്ഥാനാർത്ഥി വരുന്നതിനകത്ത് BJPക്കാർക്ക് പ്രശ്നമില്ല. ഞാൻ വെണ്ണക്കര 48 നമ്പർ ബൂത്ത്. അതെ. അപ്പോൾ അതിനകത്ത് BJPക്കാർക്ക് കോൺഗ്രസ് കാൻഡിഡേറ്റ് വരുമ്പോൾ മാത്രം പ്രശ്നം, LDFന്റെ കാൻഡിഡേറ്റ് വരുമ്പോൾ പ്രശ്നമില്ല. ഇതാ ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് ജനതാ പ്രശ്നം ഒരു തടസ്സമില്ല. നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഉള്ളിൽ വെച്ച് അവർ പറയുന്നത് കാൻഡിഡേറ്റ് അകത്ത് കയറാൻ പാടില്ല. അപ്പം സ്വാഭാവികമായിട്ട് അകത്തുണ്ടായിരുന്ന UDFന്റെ ബൂത്ത് ഏജന്റ് ചോദിച്ചു, നിങ്ങളുടെ കാൻഡിഡേറ്റ് വന്നില്ലേ? അല്ല, ഞങ്ങളുടെ കാൻഡിഡേറ്റ് വരാം. അതെന്തിനാ? അവരുടെ കാൻഡിഡേറ്റ് വരാം, UDF കാൻഡിഡേറ്റിന് വരാൻ പറ്റില്ല. നമുക്ക് കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് തന്നെ
ഇവിടെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത്. എല്ലാവർക്കും കയറാൻ കഴിയില്ലല്ലോ. പോളിംഗ് ഏജൻറ്റ്, കാൻഡിഡേറ്റിൻ്റെ ഏജൻറ്റിനും അതുപോലെ തന്നെ കാൻഡിഡേറ്റിനുമാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ കഴിയുന്നത്. ഇത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷ ആളുകളും UDFൻ്റെ വോട്ടർമാരാണ്. അപ്പോൾ ഇവർ വിചാരിക്കുന്ന കുറച്ചൊന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ ഈ ആളുകൾ വോട്ട് ചെയ്യാതെ പോകും. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളല്ലല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ തീരുമാനം എന്ത് തീരുമാനം? 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വോട്ടർമാരെ പിരിച്ചുവിടാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്ന ആളുകളാണോ അവർ? അങ്ങനെ തിണ്ണമെടുക്ക് കാണിച്ച് കഴിഞ്ഞാൽ മാറുന്ന ആളുകളാണോ വോട്ടർമാർ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ അവരെന്നിട്ട് സംഘടിച്ച് നിൽക്കുകയാണ്. പോളിംഗ് സ്റ്റേഷനകത്ത് ഒരു ബൂത്ത് ഏജൻറ്റല്ലേ പറ്റൂ. ഇവർക്ക് എല്ലാവർക്കും കൂടെ കയറാൻ എന്താ അവകാശമുള്ളത്? കാൻഡിഡേറ്റിനകത്ത് കയറാൻ പറ്റില്ല. അതായത് LDF കാൻഡിഡേറ്റ് കയറാം, BJP കാൻഡിഡേറ്റ് കയറാം, UDF കാൻഡിഡേറ്റ് കയറാൻ പറ്റില്ല എന്ന് BJPയുടെ ആളുകൾ പറയുകയാണ്. അതൊന്ന് ന്യായമുള്ളത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മുനിസിപ്പാലിറ്റി കയ്യിലുള്ളതിൻ്റെ ധാർഷ്ട്യ അഹങ്കാരം ഇത്രയാണെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ ധാർഷ്ട്യമായിട്ടല്ല, ഈ ഇത്രയും നിൽക്കുന്ന വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ വോട്ടർമാർ മറ്റ് കാൻഡിഡേറ്റുകൾ വന്നത് കണ്ടതല്ലേ. അപ്പോൾ ഈ വോട്ടർമാരോട് ഗുണ്ടായിസമാണ് ഭാഷ, അറിയാവുന്ന ഭാഷ ഇപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ അഷ്കർ സ്ഥാനാർത്ഥി വോട്ടർമാരുടെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്താൻ പാടുണ്ടോ? 23 ജനങ്ങൾ തന്നെ ബൂത്തിൽ ഞാൻ അകത്ത് പോയിട്ട് സംസാരിച്ചു. ഒന്നും നമുക്ക് അകത്ത് കയറാം, അകത്ത് കയറി സംസാരിക്കുന്ന ന്യായമായ വിഷയം. എന്നാൽ ഇവർക്ക് ആർക്കും ഈ ഡിലേ പരിഹരിക്കണം എന്നില്ല. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് ആ വിഷ്വൽ കാണിക്കൂ, ഒരു 300 പേര് ഇവിടെ 2 സൈഡിലായിട്ട് ക്യൂ നിൽക്കുകയാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കണം എന്നില്ല. 300 പേര്, 300 മനുഷ്യന്മാർ, അവർ 3-4 മണിക്കൂറായിട്ട് ഇവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ്. ഈ നിമിഷം വരെ അവർക്ക് അതിനകത്ത് ഇടപെടണ്ട. ഒരാൾ ഇടപെടാൻ വേണ്ടി എല്ലാ അവകാശവും ഉള്ള ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിച്ചു, ഞാൻ കയറുന്ന നിയമവിരുദ്ധമാണോ? അല്ല. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ അവരെ നിർമ്മൂയില്ലേ? അപ്പൊ അതുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വോട്ടർമാർ മറുപടി വന്നു. സുജയ്, ഇത് 48 നമ്പർ ബൂത്താണ്. നമുക്ക് ഇവിടെയുള്ള BJP പ്രവർത്തകർ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ് എന്താണ് സംഭവിച്ചു എന്നുള്ളത്. അവരോട് ചോദിക്കണം, എന്താണ് ഇവിടെ ഉണ്ടായത്? എന്താണ്? വേറൊന്നുമില്ല, നമ്മുടെ പാർട്ടി BJPൻ്റെ ആൾക്കൾ വന്നിട്ടില്ല. അത് കാരണമാണ് അവർ മൂപ്പര് വന്നിട്ടില്ല. ഇത് മൂപ്പര് മറ്റേ സനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളാരും എന്താ ഇവിടെ പ്രശ്നം? വേറൊന്നുമില്ല. ഒരു മിനിറ്റ്, എന്താണ് പ്രശ്നം ഉണ്ടായത്? എന്താണ് പ്രശ്നങ്ങൾക്ക് ഇവിടെ ഈ സമയത്ത് അവസാന ഘട്ടത്തിൽ വന്നിട്ട് പാർട്ടി വോട്ടർമാരെ കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ ബൂത്തിനകത്ത് വെച്ചിട്ട് അതെ വോട്ട് അഭ്യർത്ഥിച്ചു. അപ്പൊ അത് തടയാൻ ശ്രമിച്ചു. നേരത്തെ സരീൻ വന്നു. ഓക്കെ, സുജ, ഇവർ ആരോപിക്കുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിനകത്ത് വെച്ച് വോട്ട് അഭ്യർത്ഥിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ്. അഭ്യർത്ഥിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. നമുക്ക് രാഹുലിനോട് ചോദിക്കാവുന്നതാണ് ആ കാര്യം കൂടി. രാഹുൽ, താങ്കൾ ബൂത്തിനകത്ത് വെച്ച് വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ BJP പ്രവർത്തകർ. ക്യാമറ ഉണ്ടല്ലോ, ഇങ്ങനെ കള്ളം പറയുമെന്ന് പറയണം. ക്യാമറയിൽ ഒരു വോട്ടറോട് വോട്ട് അഭ്യർത്ഥിച്ചത് കാണിച്ചാൽ, പോളിംഗ് സ്റ്റേഷനകത്ത് ക്യാമറയിൽ ഒരു വോട്ടറോട് വോട്ട് അഭ്യർത്ഥിച്ച് കാണിച്ചു തന്നാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാം. പിന്നെ അത്ര ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുകയല്ലേ. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷൻ കള്ളം പറയുന്നത് എന്തിനാണ്? സത്യം എപ്പോഴേലൊക്കെ ഒന്ന് പറയാൻ പറ. കള്ളം പറയാൻ പാടുണ്ട്. പോളിംഗ് എപ്പോഴേലൊക്കെ സത്യം പറയാൻ പറ. എപ്പോഴും പറയണമെന്ന് പറയുന്നില്ല, എപ്പോഴേലൊക്കെ. കാരണം എന്തറിയോ, നമുക്ക് ഇപ്പോൾ ആ 2 ദൃശ്യങ്ങൾ മാത്രമായി ഒന്ന് കൊടുക്കാം. പോളിംഗ് ബൂത്തിനുള്ളിൽ രാഹുൽ നിൽക്കുന്നതും രാഹുലിന്റെ പ്രതികരണവും നമുക്കൊന്ന് കൊടുക്കാവുന്നതാണ്. ഉദ്യോഗസ്ഥരോടാണ് പോലീസ് എത്തിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. വന്നിരിക്കുന്ന ആ മാന്യദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം വന്നപ്പോൾ തൊട്ട് പ്രകോപിതനാണ്. അത് പേടികൊണ്ടാ, തോറ്റുപോകുന്നുള്ള പേടികൊണ്ടാ. നമ്മൾ ആ ദൃശ്യം കൂടി കാണിക്കുന്നുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് 2 വിഭാഗം പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു. BJP അഥവാ UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിലേക്ക് എത്തുന്നു. രാഹുൽ പറയുന്ന വേർഷൻ എന്ന് പറയുന്നത് വലിയ തോതിൽ നീണ്ട വരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബൂത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഉദ്യോഗസ്ഥരോട് അത് ആവശ്യപ്പെടുകയും പോളിംഗ് വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോളിംഗ് വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ സ്ഥാനാർത്ഥി എന്തിനാണ് ബൂത്തിനകത്തേക്ക് കയറിയെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് BJP പ്രവർത്തകർ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന ആരോപണം. പോലീസ് ഇടപെട്ടാണോ ഇവരെ പുറത്തേക്ക് ഇറക്കിയത്? നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അഷ്കർ, നമ്മളിപ്പോൾ ആ അകത്ത് നടന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൽ അകത്ത് ഇവർ പോലീസ് വന്നിട്ടാണ് പുറത്തേക്ക് ഇറക്കുന്നത്. നമ്മളിവിടെ കാണുന്ന കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക പ്രവർത്തകനെയും കാണാം. ഒരു റോസ് ഷർട്ട് ഇട്ടത് കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകനാണ്. അവരെ പോലീസാണ് പുറത്തേക്ക് ഇറക്കുന്നത്.